ഒരു പ്രമുഖനായ ഒരു എഴുത്തുകാരൻ, പേര് പറയുന്നില്ല, കുറെ കാര്യങ്ങൾ വെച്ചിട്ട് വലിയ എഴുത്തുകാരനാണ് കേട്ടോ, ഒരുപാട് അവാർഡുകളൊക്കെ നേടിയ ഒരു എഴുത്തുകാരനാണ്. അപ്പൊ ആൾ എന്നോട് പറഞ്ഞു, കൊള്ളേണ്ട സ്ഥാനത്ത് കൊള്ളിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ ഒരു മാന്ത്രികത കവിതയ്ക്കുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ പഠിച്ചു വന്ന പല കാര്യങ്ങളും ശരിക്കും യാഥാർത്ഥ്യമല്ല. ഒരു സ്ത്രീ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ എന്താണെന്ന് ആ സമയത്ത് വിവരിച്ചെഴുതാൻ എനിക്ക് കഴിഞ്ഞിരുന്നു എന്ന് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. തീവ്രമായിട്ട് എൻ്റെ മോളായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, അവൾ നിൽക്കുന്ന ഒരു പൊസിഷൻ ഞാൻ എപ്പോഴും നിൽക്കേണ്ടതായിരുന്നു. എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പം അതൊക്കെ തൂക്കിക്കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ കത്തിച്ചു കളഞ്ഞിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമായിട്ടുണ്ടാവുള്ളൂ ഞാൻ എഴുത്തിന്റെ മേഖലയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അത് വായിച്ചിട്ട് ഒരാൾക്കെങ്കിലും അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ വിജയമായിട്ട് കരുതുന്നത്. വാക്കിനേക്കാൾ വലിയ വാള് ഈ ലോകത്ത് എവിടെയില്ല. എഴുതുന്ന സമയത്ത് അതുപോലെ ജീവിക്കുന്ന അല്ലെങ്കിൽ ആ വിഷമം അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ മുന്നിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമായിരിക്കില്ല വരുന്നുണ്ടാവുക. നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്ന് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിക്കുന്നത്. ഓ സാരില്ല, ഓ പോട്ടെ, കുഴപ്പമില്ല, നിന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഓക്കെ വിട്, ഈ ഒരു ഡയലോഗ്സ് ഒക്കെ മതിയാകും. ഒരു ആശ്വാസവാക്യം. അതായത് മാധ്യമങ്ങൾക്കിടയിൽ മാഞ്ഞു തേഞ്ഞു പോകുന്ന ഒരുപാട് വേദനകൾ ഉണ്ടാകാം, ഒരുപാട് അബ്യൂസുകൾക്കും ഒരുപാട് ഫാമിലി ഇഷ്യൂസുകൾക്കും ഒടുവിലാണ് വീട്ടുകാർ എന്നെ പിടിച്ച് കല്യാണം കഴിക്കാൻ. എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. എത്ര പെട്ടെന്നാണ് ഈ മനുഷ്യൻ മാറി മറിയുന്നത്, എത്ര പെട്ടെന്നാണ് ഓരോരുത്തരുടെയും ചിന്തകൾ മാറുന്നത്. ഒരിക്കൽ വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരെ എന്തുകൊണ്ടാണ് അവർ അംഗീകരിക്കപ്പെടുന്നത്, എന്തുകൊണ്ടാണ് അവർ അന്ന് തിരസ്കരിച്ചത്? നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കാൻ എന്ന് തുടങ്ങുന്നു, നമ്മൾ സ്വന്തമായിട്ട് എന്ന് പോരാടുന്നു, അന്ന് നമ്മൾ എല്ലാവർക്കും കണ്ണില് കരടായി മാറും. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇൻഫ്രീ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു എഴുത്തുകാരിയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം ആതിര തീഷ്ണ ചേച്ചി. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ആദ്യം തന്നെ ഈ പേരിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആതിര തീഷ്ണ. ഈ തീഷ്ണ എന്ന പേര് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വാക്ക് കേൾക്കുമ്പോൾ ഒരു തീഷ്ണമായ അല്ലെങ്കിൽ ഗാഢമായ മൂർച്ചയുള്ള എന്ന് പറയുന്ന മീനിങ് ആണല്ലോ വരുന്നത്. എന്തുകൊണ്ടാണ് ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ഈ ഒരു പേര്? ആക്ച്വലി ഈ പേര് എന്ന് പറയുന്നത് എൻ്റെ മോളുടെ പേരാണ്. തീക്ഷ്ണ സാഹിതി എന്നാണ് എൻ്റെ മോളുടെ പേര്. അപ്പം ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പുറകില് നമ്മള് അച്ഛന്റെ പേര് അല്ലെങ്കിൽ ഭർത്താവിന്റെ പേരാണ് ആഡ് ചെയ്യാം. അപ്പം എനിക്കത് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പം തീക്ഷ്ണ എന്ന് പേരിട്ട സമയത്ത് തന്നെ ആ ടൈമിൽ തന്നെ ഞാൻ എൻ്റെ മോള്, അതായത് ഞാൻ സെക്കൻഡ് മാരേജ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ സമയത്ത്, ഡിവോഴ്സ് ആയ സമയത്ത് എൻ്റെ മോള് ആണ് എനിക്കെല്ലാം. അപ്പം ഞാൻ അവളുടെ പേര് എൻ്റെ കൂടെ ചേർത്ത് നടത്താം എന്ന് തീരുമാനിച്ചു. പക്ഷെ ഇപ്പോ എല്ലാവരും എന്നെ വിളിക്കുന്നത് തീക്ഷ്ണ എന്ന പേരിലാണ്. ആതിര എന്ന് പറയുന്നതിനേക്കാളും തീക്ഷ്ണ എന്ന പേരിലാണ്. അപ്പൊ ഒരു മോളുടെ പേരിൽ അമ്മ അറിയപ്പെടുന്നതോ അമ്മയുടെ പേരിൽ മോൾ അറിയപ്പെടുന്നു, ആ രീതിയിലേക്ക് അത് വളർന്നുപോയി. ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് എന്റെ എഴുത്തുകൾ വളരെ തീക്ഷ്ണമാണ്, അതുകൊണ്ടാണ് ആ പേരിട്ടിരിക്കുന്നത്. ശരിക്കും ഇതൊന്നും അല്ല യാഥാർത്ഥ്യം, എന്റെ പുത്രിയുടെ പേരാണ്. അതെ. ഇപ്പൊ ഞാൻ കണ്ടപ്പോഴാണെങ്കിലും ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ചോദിച്ചത്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു 4 മണി പൂവിനോട് സ്ത്രീയെ ഉപമിച്ചു. അങ്ങനെ ചെറുകഥ എഴുതി. ആ ചെറുകഥ എഴുതി ഫസ്റ്റ് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു കുട്ടി, ഇപ്പൊ ഞാനൊക്കെ ആ സമയത്ത് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താ ചെയ്തതെന്ന്. ഇപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടി എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ അവസ്ഥ അല്ലെങ്കിൽ മനോവികാരങ്ങളെല്ലാം ആ ഒരു ചെറു പുഷ്പത്തോട് ഉപമിച്ച് കവിത അല്ലെങ്കിൽ ചെറുകഥ എഴുതിയത്? പണ്ടത്തെ കഥകളിലെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു സ്ത്രീ ഒരു പൂവിനോട് സമാനമായിട്ട്, അല്ലെങ്കിൽ ഇപ്പം കവികളെല്ലാം വർണ്ണിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. കവികളുടെ കുമാരനാശൻ ആയിക്കോട്ടെ, അങ്ങനെ പൊതുവായിട്ടുള്ള എല്ലാ കവികളെയും നമ്മൾ നിരത്തിയെടുത്തു കഴിഞ്ഞാൽ സ്ത്രീ ഒരു മനോഹരമായിട്ടുള്ള വർണ്ണസങ്കല്പമാണ്. അവളുടെ കണ്ണുകള്, മൂക്ക്, എന്തിനു വേണ്ട എല്ലാ ചെറിയ പാർട്സ് അടക്കം ഇവർ വർണ്ണിച്ച് ഇതാക്കും. അതായത് സ്ത്രീ ഒരു ബലഹീനമായ ഒരു വസ്തുവാണെന്നും പുരുഷൻ ബലമുള്ള ഒരു വസ്തുവാണെന്നും, അല്ലെങ്കിൽ വസ്തുവല്ല ഒരു മനുഷ്യനാണെന്നും, അതായത് 2 പേർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ഇതല്ലായിരുന്നു പണ്ട് മുതലേ നമ്മളൊക്കെ ഇട്ടുകൊണ്ടുവന്നത്. അപ്പൊ സ്ത്രീ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഇറുത്തു കഴിഞ്ഞാൽ വീണു പോകുന്ന, ഞെട്ടറ്റു പോകുന്ന ഒരു പുഷ്പം മാത്രമാണ് മറ്റുള്ളവരുടെ കണ്ണിൽ. അപ്പോൾ ചെറുപ്രായത്തില് നമുക്ക് അതേ അറിയുള്ളൂ. ഇപ്പോഴാണ് നമ്മൾ സ്ത്രീയെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും, പുരുഷന് സമാനമായിട്ടുള്ള ഏത് രീതിയിലും, ബലത്തിന്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്, അല്ലാത്ത കാര്യങ്ങളിലെല്ലാം പുരുഷന് സമാനമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇപ്പോ സ്ത്രീക്ക് എല്ലാ തരത്തിലുള്ള നീതിയും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ
അന്നത്തെ കാലത്തൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചു വന്ന അല്ലെങ്കിൽ കുമാരനാശാന്റെ അല്ലെങ്കിൽ വള്ളത്തോളിന്റെ ഇവരുടെ എല്ലാം കവിതകൾ എടുക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ എഴുത്തുകൾ ആരുടെയാണെങ്കിലും എഴുത്തുകൾ എടുക്കുമ്പോഴും എല്ലാം ഇത്രയും എന്താ പറയാ പൂവിന് സമാനമായിട്ടുള്ള സ്ത്രീ സങ്കല്പമാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോ ഒരു ചെറിയ കുട്ടി എന്ന നിലയിൽ നമ്മളും അത് പിന്തുടർന്നു പോകുന്നു. വളർന്നു വരുമ്പോഴാണ് നമുക്ക് നമ്മൾ പഠിച്ചു വന്ന പല കാര്യങ്ങളും ശരിക്കും യാഥാർത്ഥ്യമല്ല എന്ന് തിരിച്ചറിവുണ്ടാകുന്ന നിമിഷം നമ്മൾ അതൊക്കെ മാറും. ഓക്കെ, പക്ഷെ ആ സമയത്ത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാൻ കാരണം എന്താണെന്നൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. മോള് പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ എന്താണെന്ന് ആ സമയത്ത് വിവരിച്ചെഴുതാൻ എനിക്ക് കഴിഞ്ഞിരുന്നു എന്ന് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ഒരു 4 മണിപ്പൂവ് 10 മണിപ്പൂവ്, അതായത് വളർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വാടിപ്പോകുന്ന ഒരു പൂവാണ് സ്ത്രീയുടെ ജീവിതം എന്നുള്ള രീതിയിലേക്ക് ഞാൻ ആ എഴുത്തെഴുതിയത്. ഞാനിങ്ങനെ ചേച്ചിയുടെ ഫേസ്ബുക്ക് കണ്ടത് കഴിഞ്ഞ ദിവസമാണ്. അപ്പൊ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ ടൈമില് ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാം. 10ൽ പഠിക്കുന്ന സമയത്ത് ഒരെഴുത്ത് ആരാലും കാണാതെ അംഗീകരിക്കപ്പെടാതെ ആരും കാണാതെ ചിതലുകൾക്ക് തിന്നാൻ കൊടുത്ത എനിക്ക് അവളുടെ ചിറകാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതെന്ന് പറഞ്ഞാല് മകളുടെ ഉയർച്ചയിലും അതുപോലെ തന്നെ ആ ഉയർച്ചയിൽ ഉണ്ടാകുന്ന ഒരു അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും ഒപ്പം തന്നെ അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു വിഷമവും കൂടി കിടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും അതായത് ഇപ്പോ എന്റെ മകള് നിൽക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അതായത് അവൾ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് പോയംസ് ആണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ പാലക്കാട് ഒരു കുഗ്രാമത്തിൽ ജനിച്ച അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി 10ാം ക്ലാസ് ആകുമ്പോഴേക്കും ഒരു ഇംഗ്ലീഷിൽ പോയംസ് എഴുതിയ ഒരു 94 പോയംസ് ഉണ്ട് അതിൽ. ആ എഴുതിയിട്ട് മനുഷ്യന്റെ വികാര വിചാരങ്ങളെ ഞാൻ തന്നെ അവളുടെ പുസ്തകം വായിച്ച് കരഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയും തീവ്രമായിട്ട് ആ കുട്ടി അതിൽ നോട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് അവൾ നിൽക്കുന്ന ഒരു പൊസിഷൻ ഞാൻ എപ്പോഴും നിൽക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മുടെ മാതാപിതാക്കളാ ഓക്കെ, ഇപ്പൊ നമ്മളൊരു പ്രണയത്തെക്കുറിച്ച് 5ാം ക്ലാസ്സിൽ സംസാരിച്ചാൽ, നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു പ്രണയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആണുങ്ങളും സ്ത്രീ പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് നമ്മളോടുള്ള ബിഹേവിയർ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും അത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇന്നത്തെ സമൂഹം ഒരുപാട് മാറി. അതുകൊണ്ട് തന്നെയാണ് 10ാം ക്ലാസ്സിൽ എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചതെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു അമ്മയാണ് ഞാൻ. അമ്മയായതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഇപ്പോൾ ഈ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതും എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം അത്രയും ജീവിതാനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 7ാം ക്ലാസ് മുതൽ എഴുതിയിരിക്കുന്ന സമയത്ത് അത്രയും പുസ്തകങ്ങൾ എഴുതാനുള്ള കവിതകളും കാര്യങ്ങളും എൻ്റെ അടുത്തുണ്ടായിട്ടും അതെല്ലാം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പം അതൊക്കെ തൂക്കിക്കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ കത്തിച്ചു കളഞ്ഞിട്ടുണ്ടാവും, നമുക്കറിയില്ല. അപ്പൊ അന്നത്തെ മാതാപിതാക്കളുടെ സമീപനമല്ല കുട്ടികളോട് ഇന്നത്തെ മാതാപിതാക്കൾക്കുള്ളത്. അപ്പൊ അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. ഒരേ സമയം എന്നെ പോലെ ഒരു മാതാപിതാക്കളുടെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അപ്പൊ അവരുടെ കൂടെ ഇതേപോലെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു മകളെ ഉണ്ടാക്കിയിട്ട് അത് ഞാനായിരുന്നെങ്കിലോ, എന്റെ മകളുടെ സ്ഥാനത്ത് ഞാൻ വളർന്നു വന്നിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചുള്ള ഒരു വിഷമവും എനിക്ക് അതിനോടൊപ്പം ഉണ്ട്. ഇപ്പൊ ചേച്ചി എന്റെ മേഖല എഴുത്താണ് അല്ലെങ്കിൽ ഇതാണ് എന്റെ മേഖല എന്ന് ചൂസ് ചെയ്ത ടൈം എന്നായിരിക്കും, എപ്പോഴായിരിക്കും ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ പണ്ട് മുതലേ എഴുതി ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ടീച്ചറായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഗവൺമെന്റ് സ്കൂളിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ ടീച്ചറായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടക്കുന്നത്. അതായത് സ്വാതന്ത്ര്യത്തോടെയുള്ള അല്ലെങ്കിൽ നമുക്ക് തുറന്നു പറയാൻ ഒരു ഇടം നമുക്കെന്നും ലഭിച്ചിരുന്നില്ല. അതിപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാ പെൺകുട്ടികൾക്കും, മിക്കവാറും പെൺകുട്ടികൾക്ക് അതിന് സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും പലർക്കും അത് കഴിയുന്നില്ല. അപ്പം നമ്മളുടെ സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത് വിളിച്ച് പറയണം. അപ്പൊ നമുക്ക് എഴുതാനറിയാം. അത് സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവെച്ചാണ് എൻ്റെ തുടക്കം ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമായിട്ടുണ്ടാവുള്ളൂ ഞാൻ എഴുത്തിന്റെ മേഖലയിലേക്ക് കടന്നിട്ടുണ്ടായത്. പുസ്തകം എഴുതിയിട്ട് ശരിക്കും 6 വർഷമായിട്ടുണ്ടാവുള്ളൂ. 2 പുസ്തകങ്ങളെ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എഴുതി 2 പുസ്തകങ്ങളും ഒരു 2 ഇയേഴ്സ് ഗ്യാപ്പിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ 10 വർഷത്തിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ പറയേണ്ട അല്ലെങ്കിൽ കൊള്ളേണ്ട സ്ഥാനത്ത് കൊള്ളിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ ഒരു മാന്ത്രികത കവിതയ്ക്കുണ്ട് എന്ന് നമുക്കറിയാം. നമ്മളിപ്പോ വലിച്ചു നീട്ടി ഒരു കഥ എഴുതുന്നതിനപ്പുറം നമ്മൾ കുറുക്കിക്കൊള്ളുന്ന 2 വാക്ക് എഴുതിയാൽ അത് കവിതയാണ്. അത് സ്വാഭാവികമായിട്ടും ഒരു 4 മനുഷ്യന്റെ ഹൃദയത്തിൽ
കൊള്ളും. അതെ. അപ്പൊ അതാണ് നമ്മളുടെ എൻ്റെ വഴി അതായിരിക്കാം എന്ന് എനിക്ക് അപ്പോഴാണ് ബോധ്യം ചെയ്തത്. എൻ്റെ എഴുത്തുകൾ ഇപ്പോൾ ഞാൻ ചുമ്മാ എഴുതി തുടങ്ങിയതാണ്. എഴുതി തുടങ്ങിയ സമയത്ത് നമ്മളുടെ വിഷമങ്ങൾ കവിതയാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്നു. ഇപ്പൊ ഇത് എന്റെ മാത്രമായിരിക്കണമെന്നില്ല, എന്നെ പോലെയുള്ള ഒരുപാട് സ്ത്രീകൾ മുന്നിലിരിക്കുന്ന, നമ്മൾക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണുന്നതല്ല എങ്കിൽ നമുക്ക് അനുഭവിച്ചറിയുന്ന ഒരുപാട് സ്ത്രീകളുടെ കാര്യങ്ങൾ നമ്മൾ എഴുതുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് നമുക്ക് മെസ്സേജ് അയക്കും. അതിലെ താൻ എഴുതിയത് ഇതിൽ എന്നെ കാണുന്നുണ്ട് എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ അംഗീകാരം. എത്ര പേര് എന്റെ പുസ്തകം വായിച്ചു എന്നുള്ളതൊന്നും എനിക്ക് വിഷയമായിരുന്നില്ല, ഇപ്പോഴും എനിക്കത് വിഷയമല്ല. പക്ഷെ വായിക്കുന്നവര് എന്റെ FB ആയിക്കോട്ടെ, ഞാൻ എഴുതുന്ന എവിടെ പോസ്റ്റ് ചെയ്താലും അത് വായിച്ചിട്ട് ഒരാൾക്കെങ്കിലും അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്റെ വിജയമായിട്ട് കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ എഴുത്ത് എന്റെ മേഖലയായിട്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്യണത്. എന്താണ്, വാക്കിനേക്കാൾ വലിയ വാള് ഈ ലോകത്ത് എവിടെയും ഇല്ല. ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ, ഇപ്പോ എഴുതി കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന റെസ്പോൺസ്, ഇപ്പൊ ഒരു കലാകാരെ സംബന്ധിച്ചാലും ഇപ്പൊ സ്റ്റേജ് പെർഫോം ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അവർക്ക് അപ്പൊ തന്നെ അറിയാൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ ഒരു എഴുത്തുകാരിയെ സംബന്ധിച്ച് ഇതേപോലത്തെ റിവ്യൂസ് വരുമ്പോൾ എനിക്ക് അതിൽ എന്നെ കാണാൻ സാധിച്ചു, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരാളെ കാണാനായിട്ട് സാധിച്ചു എന്ന് പറയുമ്പോൾ ഒരു എഴുത്തുകാരിയെ സംബന്ധിച്ച് എന്താണ് ചേച്ചിക്ക് തോന്നുന്നത് അങ്ങനത്തെ മെസ്സേജുകളൊക്കെ വരുമ്പോൾ? എനിക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട്. കാരണം ഞാനിപ്പോ എഴുതി തുടങ്ങുന്നത് ചിലപ്പോൾ എന്റെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഒന്ന് എന്റെ മനസ്സിൽ തോന്നുന്ന, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയുടെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചൊരു കഥയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഞാൻ എഴുതുന്നുണ്ടാവുക. എഴുതുന്ന സമയത്ത് അതുപോലെ ജീവിക്കുന്ന അല്ലെങ്കിൽ ആ വിഷമം അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ മുന്നിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സന്തോഷമായിരിക്കില്ല വരുന്നുണ്ടാവുക. അയ്യോ എന്തൊരു കഷ്ടമാണ്, എന്തോ ഒരു മനുഷ്യന്മാർ അത്രയും സങ്കടപ്പെടുന്നത് എന്നുള്ളൊരു തോന്നലാണ്. അതെന്റെ അംഗീകാരമാണ് കേട്ടോ. കാരണം നമ്മളുടെ പുസ്തകം വായിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ എഴുത്ത് വായിച്ചിട്ട് ഇങ്ങനെയും ഫീൽ ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാധനം. അല്ലെങ്കിൽ നമ്മളുടെ 2-3 വരികൾ ഇപ്പോൾ എന്റെ ഇതിലുണ്ട്, മാറി മറിയുന്ന ജീവിതത്തിന്റെ വേദനകളെ നമ്മളെ നമ്മളായി തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ എന്താണ് അർത്ഥമുള്ളത് എന്നുള്ള രീതിയിലുള്ളത്. അവിടെയാണ് ഒരു സ്നേഹമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വരിയുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ആൾക്കാർ എടുത്തിട്ട് പോയിട്ട് അവരുടെ കോട്ട്സ് ആയിട്ട് ഇടുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പൊ നമ്മളത് എന്തു ചെയ്തോ, ഇപ്പൊ വീട്ടിലെ ഒരു സാധാരണ ഒരു സ്ത്രീ, ഒരു വീട്ടമ്മയായ സ്ത്രീ രാവിലെ എഴുന്നേറ്റ് അവർ കുക്ക് ചെയ്യാണ്, എല്ലാവർക്കും വേണ്ടി കുക്ക് ചെയ്ത് വന്നിട്ട് വീട്ടിലെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുമ്പോൾ എന്ത് രസമുള്ള ഫുഡാ, നല്ല കൊള്ളാമെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം തന്നെയാണ് ഞാൻ എഴുതുമ്പോൾ ആൾക്കാർ വായിച്ചിട്ട് കൊള്ളാമെന്നോ കൊള്ളില്ല എന്ന് പറയുമ്പോഴും എനിക്ക് കിട്ടുന്നത്. ഓക്കെ. ഇപ്പോ നമ്മളെല്ലാവരും വികാരങ്ങളുള്ള മനുഷ്യരാണ്. ഇപ്പൊ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരാൾ അപ്പുറത്ത് കേട്ടിരിക്കാൻ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ തന്നെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാൻ ഉണ്ടായിരുന്നെങ്കിലോ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഈ ഒരു ചിന്ത എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അതായത് നമുക്കൊരു കേൾവിക്കാരൻ ഉണ്ടാവുക, നമ്മളെല്ലാവരുടെയും കേൾവിക്കാരനാകും, പക്ഷെ നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്ന് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആ വിശ്വാസം ഇല്ല. ഈ ഒരു 1 year 2 year ആയിട്ട്, അതായത് ഞാൻ 30ലേക്ക് കടന്ന ടൈം ആയതുകൊണ്ടാണ്, അറിയില്ല ഏജിന്റെ വ്യത്യാസമാണെന്ന് അറിയില്ല, ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. ബിക്കോസ് നമ്മളുടെ കാര്യങ്ങൾ കേൾക്കാൻ നമ്മളെക്കാൾ വലിയ കേൾവിക്കാരൻ വേറെ ഒന്നുമില്ല, വേറെ ആരുമില്ല. നമ്മളെ പോലെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചക്കാരൻ വേറെ ആരുമില്ല. ആ ഒരു ചിന്തയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പം ഒരു കേൾവിക്കാരൻ ഉണ്ടാകണം. അതായത് നമ്മളുടെ വേദനകളെ, മാറിമറിയുന്ന ജീവിതത്തിന്റെ വേദനകളെ അതേപോലെ ഒപ്പിയെടുക്കാൻ കഴിയുന്ന ഒരാളുണ്ടാകണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് കിട്ടിക്കോളണമെന്നില്ല. കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ദുഃഖിച്ചിരുന്നിട്ടും കാര്യമില്ല. നമ്മളെ കേൾക്കാൻ വേറെ ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു തിരിച്ചറിവില് എനിക്കിതാണ് വേണ്ടത്. ഒന്ന് മുന്നിൽ, കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് എനിക്കിതാണ് വേണ്ടത്, എന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്, ഞാൻ എന്ത് സൊല്യൂഷനാണ് ചെയ്യേണ്ടത്, നമ്മളോട് തന്നെ നമ്മളൊന്ന് സംസാരിച്ച് നോക്കൂ, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും. വേറൊരാളുടെ അടുത്ത്, അതായത് ഒരാളുടെ അടുത്ത് ഒരു സൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാല് അവർക്ക് 100 അഭിപ്രായങ്ങൾ ഉണ്ടാവും. നമ്മൾ അതേപോലെ കേട്ടിട്ട് ആരും ഇരിക്കില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഒരു സ്ത്രീ ആയിക്കോട്ടെ, ഒരു പുരുഷനായിക്കോട്ടെ, നമ്മൾ ഒരാളുടെ അടുത്ത് നമ്മുടെ കാര്യം പറയുന്നത് ഒരിക്കലും നമുക്ക് സൊല്യൂഷന് വേണ്ടിയിട്ടായിരിക്കണം എന്നില്ല. ഓ സാരില്ല, ഓ പോട്ടെ, കുഴപ്പമില്ല, നിന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഓക്കെ വിട്, ഈ ഒരു ഡയലോഗ്സ് ഒക്കെ മതിയാകും, ഇതൊക്കെ മതിയാകും. പക്ഷെ ഈ അപ്പുറത്ത് നിന്ന ഒരു നമ്മളുടെ പങ്കാളി ആയിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അച്ഛനോ അമ്മയോ ആരും ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച മറുപടി ഒന്നും ഒരിക്കലും കിട്ടണമെന്നില്ല. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? നിരാശയിലേക്ക് പോകും. അപ്പൊ അതിനേക്കാൾ നല്ലത് എന്താ?
നമ്മളെ കേൾക്കാൻ നമ്മളും തന്നെ ഉണ്ടാവുക. നമ്മളൊന്ന് മനസ്സിൽ ഇപ്പൊ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഭ്രാന്താണെന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് മനസ്സിൽ സമയം കിട്ടുമ്പോൾ സമാധാനമായിട്ട് കണ്ണുകൾ അടച്ചിട്ട് നമുക്ക് നമ്മളോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ, ഇപ്പൊ നീ എന്താ ഇങ്ങനെ, നീ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ളത്, എന്നെ കേൾക്കണം എന്ന് പറയണത് എന്തൊക്കെയാണ്, അത് നമ്മളോട് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു നോക്ക്, നമുക്കൊരു ആശ്വാസം കിട്ടും. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനം. അതെ. ഇപ്പോ ചേച്ചിയുടെ 2 പുസ്തകങ്ങളാണ് ഉള്ളത്. മാനിഫെസ്റ്റോ ആണ് ഏറ്റവും പുതിയൊരു പുസ്തകം. അതിന് മുന്നേ ഉണ്ടായിരുന്നത് എന്റെ മരണത്തിന്റെ അന്ന്. അപ്പൊ 2 പുസ്തകത്തിൽ എന്താണ് പറഞ്ഞു വെക്കുന്നത്? ആദ്യത്തെ പുസ്തകത്തിൽ മരണത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും വിരഹത്തെക്കുറിച്ചുമാണ് എഴുതിയിരിക്കുന്നത്. മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ രാഷ്ട്രീയമുണ്ട്, പ്രണയമുണ്ട്, വിരഹമുണ്ട്, ജീവിതമുണ്ട്. ആദ്യത്തെ പുസ്തകത്തിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു തരത്തിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത്. അതായത് ജീവിതത്തോട് നിരന്തരം കലഹിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച്, അവരുടെ വേദനകളെ കുറിച്ച്, തിരിച്ചറിയപ്പെടാത്ത ഒരുപാട് നോവുകളെ പറ്റി. ഇപ്പോൾ അതായത് മാധ്യമങ്ങൾക്കിടയിൽ മാഞ്ഞു തേഞ്ഞു പോകുന്ന ഒരുപാട് വേദനകൾ ഉണ്ടാകാം. അതേപോലെ മനുഷ്യ ജീവിതത്തിലെ അല്ലെങ്കിൽ സ്ത്രീ ജീവിതത്തിലെ അല്ലെങ്കിൽ 1, 2, 3 പെണ്ണുങ്ങൾ ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ ഓരോ തരത്തിൽ, അതായത് ഇപ്പം സെക്ഷുവാലിറ്റി വെച്ചിട്ട് തന്നെ അവരെ കാണുന്ന തരത്തിൽ, ഇപ്പോൾ നമുക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നു, നമ്മളൊരു ആണിന്റെ അടുത്ത് സംസാരിച്ചാൽ മാത്രമായിരുന്നു നമുക്ക് അവള് ശരിയല്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സ്ത്രീയോട് കെട്ടിപ്പിടിച്ച് നിന്നാൽ പോലും നമ്മള് പറയും അത് ലെസ്ബിയനാണ്, അല്ലെങ്കിൽ ഒരാണിനോട് കെട്ടിപ്പിടിച്ച് നിന്നാ പറയും അവര് ഗേ ആണ്. അപ്പൊ ഒരാണും പെണ്ണും കൂടി നിന്ന് പറഞ്ഞ് അവര് പ്രണയത്തിലാണ്, അവര് മറ്റേതാണ്. അതെ. അപ്പൊ നമുക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, അതായത് സമൂഹത്തിൽ ഇപ്പൊ ഇങ്ങനെ നിരന്തരം വർദ്ധിച്ചു വരുന്ന ഒരുപാട് കാര്യങ്ങൾ, രാഷ്ട്രീയപരമായിട്ടായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, അതിനെയൊക്കെ കുറിച്ച് ജീവിതത്തെ പച്ചയായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ, എന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന, മറ്റുള്ളവരുടെ കണ്ണിൽ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ എന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന പച്ചയായ ജീവിതങ്ങൾ വരച്ചിട്ടിരിക്കുകയാണ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. പക്ഷെ എന്റെ മരണത്തിന്റെ അന്നിൽ കൂടുതലും കാൽപ്പനികതയാണ്. എന്റെ ആദ്യത്തെ പുസ്തകം ആയതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മരണത്തെക്കുറിച്ച്, അതായത് നമ്മളെല്ലാവരും ജീവിതത്തെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്, മഴയെക്കുറിച്ച്, വെയിലിനെ കുറിച്ച്, കടലിനെ കുറിച്ച് എല്ലാം കവിതകൾ എഴുതാറുണ്ട്. നമ്മൾ ഒരിക്കലും മരിച്ച് ജീവിച്ച് എഴുന്നേറ്റില്ല. അപ്പൊ അതിൽ എന്റെ മരണത്തിന്റെ അന്നിലെ ആദ്യത്തെ കവിത തന്നെ ഒരു തെരുവ് പട്ടിയുടെ മരണം എന്ന് പറഞ്ഞിട്ടാണ്. ഒരു തെരുവ് പട്ടി എങ്ങനെയാണ് മരിച്ചിട്ട് അത് എങ്ങനെയൊക്കെ ഈ ഒരു ലോറിയുടെ ചക്രത്തിന്റെ ഇടയിൽ പോയിട്ട് നാട് മുഴുവൻ നടന്നിട്ട് ആ നാട് അല്ലെങ്കിൽ നാട്ടിലെ ആ കറുത്ത റോഡിൽ ഇങ്ങനെ തേഞ്ഞൊരഞ്ഞ് ഇല്ലാതാവുന്ന ഒരു തെരുവ് പട്ടിയുടെ മരണത്തെ കുറിച്ചിട്ടാണ് എഴുതുന്നത്. നമ്മളുടെ മരണത്തെ മാറ്റിയല്ല, ഒരു പല്ലിയുടെ മരണം, അങ്ങനത്തെ മരണങ്ങളെ കുറിച്ച് വരെ എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് സത്യം. ഓക്കെ. ഈ പുസ്തകമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന റിവ്യൂസും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? നെഗറ്റീവ്സ് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതില് കുറെ എന്താണ് പറയുക, രാഷ്ട്രീയക്കാരെ തുറന്ന് എഴുതിയെന്ന് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളും 2-3 ആദ്യത്തെ പുസ്തകം എഴുതുന്ന സമയത്ത് ഒരു പ്രമുഖനായ ഒരു എഴുത്തുകാരൻ, പേര് പറയുന്നില്ല, എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു എഴുത്തുകാരന്റെ അടുത്താണ് ഞാൻ ആദ്യം അവതാരിക എഴുതാൻ വേണ്ടിയിട്ട് പുസ്തകം കൊണ്ടു കൊടുക്കുന്നത്. അപ്പൊ ആൾ എന്നോട് പറഞ്ഞു, ആതിര പുസ്തകത്തിന്റെ പേര് മാറ്റണം, ആരെങ്കിലും മരണത്തിന്റെ എന്ന് പറഞ്ഞിട്ട് ആദ്യ പുസ്തകത്തിന് പേരിടോ, അത് ചെയ്യാൻ പാടില്ല, അത് മാറ്റണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ആള് തന്നെ ഒരു പുസ്തകത്തിന് ഒരു പേര് നിർദ്ദേശിച്ചു. എന്നിട്ട് ഞാൻ അത് പുസ്തകം ഇറക്കിയത് എന്റെ പിറന്നാളിന്റെ അന്നാണ്. അപ്പോ എന്റെ പിറന്നാളിന്റെ അന്ന് എന്റെ മരണത്തിന്റെ അന്ന് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നുള്ള കുറെ കാര്യങ്ങൾ വെച്ചിട്ട്, വലിയ എഴുത്തുകാരനാണ് കേട്ടോ, ഒരുപാട് അവാർഡുകളൊക്കെ നേടിയ ഒരു എഴുത്തുകാരനാണ്. അപ്പൊ ആളങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറ് അവതാരിക എഴുതി തരണ്ട, ഇതെന്റെ പുസ്തകമാണ്, എന്റെ കുട്ടിക്ക് എന്ത് പേരിടണമെന്ന് എനിക്ക് അവകാശമുണ്ട്, സാറിന് പറ്റുകയാണെങ്കിൽ എഴുതാ, ഇല്ലെങ്കിൽ വിട്ടേക്ക് എന്ന് പറഞ്ഞു. ആ ഒരു ധാർഷ്ട്യം എനിക്ക് അന്നോളം ഇന്നോളം ഉണ്ട്. എന്റെ പുസ്തകത്തെ ഇകഴ്ത്തുന്നവർ ഇകഴ്ത്തിക്കോട്ടെ, പുകഴ്ത്തുന്നവർ പുകഴ്ത്തിക്കോട്ടെ, ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. എഴുതി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം വായനക്കാർക്കാണ്. വായനക്കാര് ഇപ്പോ നീ എന്ന് പറയുന്നതിൽ നമ്മൾ എങ്ങനെ വായിക്കാം, നീ എന്ന് വായിക്കാം, അല്ലെങ്കിൽ എനിക്ക് തരുമോ ചോദിക്കാം. എനിക്ക് തരുമോ ചോദിക്കുമ്പോൾ വായനക്കാർക്ക് എനിക്ക് തരുമോ എന്ന് ചോദിക്കും, എനിക്ക് തരുമോ, അങ്ങനെയുള്ളൊരു, അതായത് അവർക്ക് ഇഷ്ടമുള്ള ടോണിൽ അത് വായിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ എഴുത്തുകാരൻ എഴുതിയ അതേ രീതിയിൽ അതേ ഭാഷ്യം അവർക്ക് ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പൊ ഇകഴ്ത്തലുകളും പുകഴ്ത്തലുകളും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം ഞാൻ ആ രീതിയിൽ അംഗീകരിച്ച് പോകുന്നു. ഓക്കെ. ഇപ്പൊ മകള് ഒരു എഴുത്തുകാരിയാണ്, കവിതകൾ എഴുതി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പൊ മകളെ കുറിച്ചൊന്ന് പറയാമോ? അവളിപ്പോ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പാലക്കാട് PMG എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ
മിസ് ചെയ്യുന്നത് അവൾക്ക് ഒരുപക്ഷെ അമ്മയും അച്ഛനെയൊക്കെ ആയിരിക്കാം. അവൾക്ക് 3-ാമത്തെ വയസ്സുണ്ടാകുമ്പോഴാണ് ഞാൻ ആദ്യത്തെ വിവാഹമോചനം നേടുന്നത്. വിവാഹമോചനം നേടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്കൊരു 21 വയസ്സ് എന്തായാലും. ആ സമയത്ത് അവളെ നോക്കാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ അവളുടെ ബാല്യം മിസ് ചെയ്യുന്ന ഒരു അമ്മയാണ്. എനിക്ക് എന്റെ ബാല്യം ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ എന്റെ മകളുടെ ബാല്യം ഞാൻ നല്ലോണം മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൾക്ക് ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ജീവിക്കുന്നത് തന്നെ അവൾക്ക് വേണ്ടിയാണെന്നൊക്കെ പറയാം. പക്ഷെ എന്നാലും അവൾക്ക് വേണ്ടിയല്ല, അവളുടെ സന്തോഷത്തിന് ഞാനൊരു എന്റെ ജീവിതത്തെ സന്തോഷമാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന പോലെ കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ അവളുടെ ജീവിതത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. അതിൽ പാളിച്ചകൾ പറ്റാം, അത് അവളാണ് പറയേണ്ടത്. പക്ഷെ ഏറ്റവും കൂടുതൽ അവൾക്ക് വേണ്ടി ടൈം കണ്ടെത്താൻ എനിക്ക് പറ്റില്ല. പക്ഷെ പറ്റുന്ന സമയത്ത് അവളുടെ ഏറ്റവും വലിയ ഫ്രണ്ട് ഞാനായിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ 10ാം ക്ലാസ്സിലെ ഒരു ടീനേജ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവൾക്ക് പറയാനുള്ളത് കേൾക്കാനും അംഗീകരിക്കാനും ഉള്ളൊരു അമ്മയാണ് ഞാൻ എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പോ ചേച്ചി പറഞ്ഞു 18ാമത്തെ വയസ്സിലായിരുന്നു ചേച്ചിയുടെ കല്യാണം, 21ാമത്തെ വയസ്സിലായപ്പോഴത്തേക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോഴത്തെ കാലത്ത് 18 വയസ്സെന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞു കുട്ടികളാണ്. അപ്പൊ ആ ഒരു സമയത്ത് ചേച്ചിയുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? എനിക്കറിഞ്ഞൂടാ മോനെ, അതിനെക്കുറിച്ച് പറയാൻ എനിക്കറിഞ്ഞൂടാ. കാരണം ആ സമയത്തൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ടീനേജിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര പ്രണയമാണ് എല്ലാവരും അല്ലെ. അപ്പം ആ സമയത്ത് ഇപ്പൊ ഫാമിലി പറയും, ഇവള് വെറുതെ കൈയുടെ വിട്ട് കഴിഞ്ഞാൽ അവള് പ്രേമിച്ച് പൊക്കോളും, അപ്പൊ വേഗം പിടിച്ച് കെട്ടിച്ചോളാം, അങ്ങനെ പറയാം. എന്റെ അനിയത്തി എനിക്ക് 1.5 വയസ്സിന് താഴെയാണ്. ഒരുപാട് അബ്യൂസുകൾക്കും ഒരുപാട് ഫാമിലി ഇഷ്യൂസുകൾക്കും ഒടുവിലാണ് വീട്ടുകാർ എന്നെ പിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അത് എനിക്കൊരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത ബന്ധമായതുകൊണ്ട് ആൾക്ക് ഒരുപാട് പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ട്, എനിക്കും ഉണ്ടാകാം. അതുകൊണ്ട് ഞാൻ അതൊന്നും വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അതൊക്കെ അവരുടെ ചോയ്സ് ആണ്. സോ അതിൽ നിന്നും എനിക്ക് അംഗീകരിച്ച് പോകാൻ പൊരുത്തപ്പെടാൻ പറ്റാത്ത ബന്ധമായതുകൊണ്ട് ഇറങ്ങി വന്നു. വീട്ടുകാർ ഒരിക്കലും എൻ്റെ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് 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 പ്രഷേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ ഫാമിലിയില്. ഇപ്പോൾ എൻ്റെ കസിൻ ബ്രദേഴ്സ് ഇവരുടെ എല്ലാവരുടെയും മാരേജ് കഴിഞ്ഞപ്പോഴൊന്നും എന്നെ ക്ഷണിച്ചില്ല. ഞാൻ ആ വീട്ടിലെ ഓപ്പോസിറ്റ് വീട്ടിൽ ഇരിക്കുമ്പോഴും എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു, കുട്ടികളുണ്ടായി, കുട്ടികളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഉണ്ടായി, മരണം ഉണ്ടായി, ഇതൊക്കെ ഉണ്ടായി. പക്ഷെ ഇതൊന്നും എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്നെ ക്ഷണിക്കാത്ത, അതായത് ഞാൻ എല്ലാവരുടെയിൽ നിന്നും ഒരു പുകഞ്ഞ കൊള്ളി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എനിക്കിപ്പോ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ അവരുടെയൊക്കെ അംഗീകാരം കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. എത്ര പെട്ടെന്നാണ് ഈ മനുഷ്യൻ മാറി മറിയുന്നത്, എത്ര പെട്ടെന്നാണ് ഓരോരുത്തരുടെയും ചിന്തകൾ മാറുന്നത്. ഒരിക്കൽ വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരെ എന്തുകൊണ്ടാണ് അവർ അംഗീകരിക്കപ്പെടുന്നത്, എന്തുകൊണ്ടാണ് അവർ അന്ന് തിരസ്കരിച്ചത്? ഒരു സ്ത്രീ സ്വന്തമായിട്ട് ഒരു നിലപാട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ചിന്തിക്കണം, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നടക്കണം, സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു സമൂഹം അതിന് വിലക്കിടുന്നത് എന്തുകൊണ്ടാ? നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അവരിപ്പോഴും ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും പല കുടുംബത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരുപാട് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ വീട്ടിൽ പോയിട്ട് അമ്മ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അച്ഛൻ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വീട്ടുകാർ എന്തോ പറയുന്ന നീ, ഇത്രയും സമ്പാദ്യം കൊടുത്തിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ കാണുന്നതാണല്ലോ. ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് ആത്മഹത്യാ നിരക്ക് കൂടി വന്നത്. തീർച്ചയായിട്ടും ആത്മഹത്യാ നിരക്കിന്റെ മാത്രമല്ല, അവർക്കൊന്നും ചെയ്യാനില്ലാതെ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പം ഞാൻ പറയാം, നമ്മള് വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അതൊന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാണ്ട് സ്റ്റക്കായി നിൽക്കുന്ന എത്രയോ ലേഡീസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം വിപരീതമായിട്ട് ഒരാള് മൂവ് ഓൺ ചെയ്ത് എനിക്ക് വേണ്ടത് ഇതല്ല എന്ന് അറിയുന്ന നിമിഷത്തില് അവള് വിജയിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോ എന്റെ വീട്ടില് എന്നെ പോലെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് കാണാൻ കഴിയില്ല. അതായത് എനിക്കിപ്പോ തോന്നുന്ന സ്ഥലത്തേക്ക് ഇപ്പൊ പോണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റും. അതുപോലെ ഞാൻ ഹസ്ബൻഡുമായിട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഇപ്പൊ ഇറങ്ങിയിട്ട് എവിടേക്കെങ്കിലും പോകണം, അല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്കിപ്പോ ചെയ്യണം, ഇന്നടുത്ത് പോയിട്ട് എനിക്ക് ഫുഡ് വാങ്ങണം, ഇന്ന ഡ്രസ്സ് എനിക്ക് ചൂസ് ചെയ്യണം, ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ വീട്ടിൽ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഫുഡേ ഞാൻ കഴിക്കുള്ളൂ, ഇന്ന ഫുഡേ ഞാൻ വെക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് അംഗീകരിക്കാൻ പറ്റാത്ത, എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ എനിക്ക് നോ എന്ന് പറയാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് വേണം എന്ന് പറയാനും പറ്റാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളെ പോലെ ഞാൻ ഒതുങ്ങിപ്പോയില്ല എന്നതുകൊണ്ട് മാത്രം എന്നെ തിരസ്കരിക്കപ്പെട്ട ഒരു ഫാമിലിയാണ് എൻ്റെ. പക്ഷെ ഇന്ന് ഈ നിമിഷം അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോ അവര് ഒരുപാട് ചിലപ്പോ കാലം മാറുന്നതിനനുസരിച്ചിട്ട് അവരുടെ ചിന്താഗതികൾ മാറിയിട്ടുണ്ടാകാം. അവരെന്നെ സ്വീകരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. എനിക്ക് അതിലൊന്നും പ്രശ്നമില്ല, കാരണം ഞാനിപ്പോ അതിലൊന്നും ബോധേഡ് അല്ല. നമ്മള് നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കാൻ എന്ന് തുടങ്ങുന്നു, നമ്മൾ സ്വന്തമായിട്ട് എന്ന് പോരാടുന്നു, അന്ന് നമ്മൾ എല്ലാവർക്കും കണ്ണില് കരടായി മാറും.